അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നലെ നമ്മളൊരു അമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാ അള്ളാ എന്നുള്ള ഇസ്മും അതിൻ്റെ കളവും. അത് ചെയ്യേണ്ട രൂപവും കോലവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആളുകൾക്കും അതിൽ വ്യക്തത ഇല്ല എന്ന് പറഞ്ഞു. ചില ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല, ക്ലിയർ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ആ വീഡിയോയിലുള്ള സംശയവും അതിൻ്റെ മറുപടിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ കുറേ ആളുകൾ ചോദിച്ചു, എവിടെയാണിത് മന്ത്രിക്കേണ്ടത്, എവിടെയാണിത് മന്ത്രിക്കേണ്ടത്, എന്താണ് മന്ത്രിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു. വളരെ വ്യക്തമായിട്ട് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പലർക്കും മനസ്സിലായിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ പറയാം. അതായത് യാ അള്ളാ എന്നുള്ള ഇസ്മാണ് 2000 എത്രയാണോ അതിൽ പറഞ്ഞ അത്രയും തവണ മന്ത്രിച്ചിട്ട് ഈ എഴുതിയ നറുക്കിന്റെ മേലെയാണ് ഊതേണ്ടത്. ഈ പേപ്പറിൽ യാ അള്ളാ എന്നുള്ള ഇസ്മിന്റെ കളമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ യാ അള്ളാ, യാ അള്ളാ, യാ അള്ളാ എന്നിങ്ങനെ എത്ര തവണയാണോ അതിൽ പരാമർശിച്ചിട്ടുള്ളത് അത്രയും തവണ അതിൽ മന്ത്രിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ഈ പേപ്പറിൽ ഊതുക. എന്നിട്ട് ഈ പേപ്പർ ചുരുട്ടിയിട്ടാണ് കുഴിച്ചിടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പല ആളുകളും ചോദിച്ചു, ഇത് എവിടെയാണ് കുഴിച്ചിടേണ്ടത്? വീട്ടിൽ കുഴിച്ചിടുക എന്ന് പറഞ്ഞു. വീട്ടിൽ ഇപ്പം എന്തായാലും നമുക്ക് ഉള്ളിൽ കുഴിച്ചിടാൻ പറ്റില്ല. വീടിന്റെ മുറ്റത്തോ സൈഡിലോ പറമ്പിലോ എവിടെയെങ്കിലും നമ്മുടെ വീടും വളപ്പും ഒതുങ്ങുന്ന ഏതെങ്കിലും ഒരു പരിധിയിൽ നമുക്ക് കുഴിച്ചിടാൻ പറ്റും. എവിടെയാണെങ്കിലും കുഴപ്പമില്ല. വീടിന്റെ മുറ്റത്ത് തന്നെ കുഴിച്ചിടണം എന്നില്ല, ബാക്കിലും സൈഡിലും ഒക്കെ പറ്റും. എവിടെ വേണമെങ്കിലും നമുക്ക് കുഴിച്ചിടാൻ പറ്റും. ഓക്കെ. പിന്നെ കുറെ ആളുകൾ ചോദിച്ചു, ഭർത്താവിന് വേണ്ടി ഭാര്യക്ക് ചെയ്യാൻ പറ്റുമോ? ഓ പറ്റും. ഭർത്താവിന് വേണ്ടി ഭാര്യക്കും, ഭാര്യക്ക് വേണ്ടി ഭർത്താവിനും, ഉമ്മാക്ക് വേണ്ടി മകനും, മകന് വേണ്ടി ഉമ്മാക്കും, ആർക്കും ചെയ്യാം. ആർക്ക് വേണ്ടിയിട്ടും ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. അതുപോലെ ചോദിച്ചിട്ടുണ്ട്, ഫ്ലാറ്റിൽ ഉള്ളവർ എന്താ ചെയ്യുക? ഫ്ലാറ്റിലുള്ളവർ ഈ അമല് ചെയ്യാതിരിക്കലാണ് നല്ലത്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇതിന്റെ നമ്മൾ തലയിണ അടിയിൽ വെക്കാൻ പറ്റിയത്, കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റിയ കളങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എഴുതി വെക്കുന്നതാണ് നല്ലത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇതേ ഇസ്മിന്റെ തന്നെ കയ്യിൽ വെക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ പേഴ്സിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നതൊക്കെ കളങ്ങൾ വേറെയുണ്ട് ഇൻഷാ അല്ലാഹ്. ഇതിപ്പോ നമുക്ക് മണ്ണിൽ കുഴിച്ചിടാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഫ്ലാറ്റിലുള്ളവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. വേറൊരാൾ ചോദിച്ചു, വാടക വീട്ടിലാണ് താമസിക്കുന്നത്, നമ്മളിത് ഇവിടെ ചെയ്ത് വെച്ചാൽ അതിന്റെ ഫലം വാടക വീട്ടുകാർക്കാണോ കിട്ടുക, നമുക്കാണോ കിട്ടുക എന്ന് ചോദിച്ചു. സംശയിക്കാനൊന്നുമില്ല. വാടക വീടാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ താമസിക്കുന്ന വീട് എവിടെയാണോ അവിടെ കുഴിച്ചിട്ടാൽ മതി കേട്ടോ. ഇതിന്റെ ഫലം നിങ്ങൾക്ക് തന്നെ കിട്ടും ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഓരോ തവണ ചൊല്ലുമ്പോഴും ഊതണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വേണ്ട. അങ്ങനെ ഓരോ തവണ ചൊല്ലുമ്പോഴും ഊതാൻ നിന്നാൽ 2630 തവണ നിങ്ങൾക്ക് ഊതാനേ നേരം ഉണ്ടാവുള്ളൂ, ഓതാൻ നേരം ഉണ്ടാവില്ല. പിന്നെ മുറ്റമില്ലാത്തവർ എന്ത് ചെയ്യും? മുറ്റമില്ലാത്തവർക്ക് എവിടെയും കുഴിച്ചിടാന്ന് ഞാൻ പറഞ്ഞു. എവിടെ വേണമെങ്കിലും കുഴിച്ചിടാം, കുഴപ്പമില്ല കേട്ടോ. അതേപോലെ തന്നെ എഴുതിയത് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുമോ? ഈ കളം കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല, ഈ കളം കുഴിച്ചിട്ട് തന്നെ വേണം. പൊട്ടുന്ന കുപ്പിയിൽ ആണോ ഇടേണ്ടത്? അത് നിങ്ങളെ ഇഷ്ടം. പൊട്ടുന്ന കുപ്പിയിൽ ഇട്ടാലും കുഴപ്പമില്ല, പൊട്ടാത്ത കുപ്പിയിൽ ഇട്ടാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏത് കുപ്പിയാണോ കിട്ടുന്നത് ആ കുപ്പിയിൽ ഇടാം, കുഴപ്പമില്ല കേട്ടോ. പിന്നെ അടുത്ത സംശയം, ഓരോ പ്രാവശ്യം ചൊല്ലി ഊതണോ? ഒറ്റ ഇരിപ്പിൽ ചെയ്യണോ? 3 പേപ്പറിലാണോ കയ്യിലാണോ ഓതേണ്ടത്? ഒരു പേപ്പറിൽ എഴുതിയാൽ മതി. ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോൾ ഊതണ്ടെന്ന് ഞാൻ പറഞ്ഞു. വീടിന്റെ ഏത് ഭാഗത്തും കുഴിച്ചിടുകയും ചെയ്യാം. ഇതിൽ ഇനി സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു ഇൻഷാ അല്ലാഹ്. യാ അല്ലാ എന്നുള്ളതാണ് ഓതാനുള്ളത്, ചൊല്ലാനുള്ളത് കേട്ടോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.